CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നു മുതൽ 3 ദിവസം തിരുവനന്തപുരത്ത് ചേരും. രാവിലെ 10-ന് EMS അക്കാദമിയിലാണ് യോഗം. നിർഭനുടെ വിശദാംശങ്ങളുമായി. നിർഭൻ, രാവിലെ 10-ന് യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും യോഗത്തിൽ ചർച്ചയുണ്ടാവുക? ആര്യ, CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ വെച്ച് വിളപ്പിശാലയിൽ EMS അക്കാദമിയിൽ വെച്ചാണ് ചേരുക. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മണിക്ക് യോഗം ചേരും. കഴിഞ്ഞ ദിവസം തന്നെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞതാണ്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമുണ്ട്, അതുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ വിലയിരുത്തും. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം മറ്റ് ചില പൊട്ടിത്തെറികൾ കൂടി മുന്നണിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി ഉടലെടുത്തിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ മുന്നണിക്കൊപ്പം ഈ മത്സരരംഗത്തുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളും ചില സംസ്ഥാനങ്ങളിൽ ഈ സഹകരിക്കാവുന്ന പാർട്ടികളുമായി സഹകരിച്ചിട്ടുള്ള മുന്നണി ബന്ധം വിപുലപ്പെടുത്തുക, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നത് CPM സംബന്ധിച്ചിടത്തോളം വലിയ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ വെച്ച് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗമായതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെയാണ് രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ സാഹചര്യം, രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അതിനുശേഷം വന്ന രാഷ്ട്രീയ സാഹചര്യം, രാജ്യത്ത് വിഭാഗീയമായ വർഗീയ ചേരി കൂടുതൽ ശക്തിപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. EMS അക്കാദമിയിൽ വെച്ചാണ് യോഗം ചേരുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമാണ് യോഗം. രാജ്യത്തെ പൊതുസ്ഥിതി, ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടം, അതിൽ മുന്നണിയായി മത്സരിക്കേണ്ടതും വിവിധ സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളും ഒക്കെയായിരിക്കും ചർച്ച ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റന്നാളാണ് യോഗം അവസാനിക്കുക. ആര്യ, ശരി. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നു മുതൽ 3 ദിവസം തിരുവനന്തപുരത്ത് ചേരും. ഇന്നത്തെ യോഗം അല്പസമയത്തിനകം EMS അക്കാദമിയിൽ ആരംഭിക്കും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇന്ത്യ മുന്നണി സംബന്ധിച്ച കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും. നിർഭനാണ് വിശദാംശങ്ങൾ നൽകിയത്.